Welcome to yet another episode of the Al Shazam of the Call Me Shazam of the Wines of the India. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നും നാളെയുമായിട്ട് പ്രൈം ഡേ സെയിൽ നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ ബാങ്കിൻ്റെ പ്രൊമോഷൻസ് ആണ് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത് നമുക്ക് എന്തായാലും കാണാം. ആദ്യം തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആമസോൺ പേയിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ICICI ബാങ്ക്, SBI കാർഡ്. സോ നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ICICI ബാങ്കിൻ്റെ കാർഡോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ SBIയുടെ കാർഡോ ഡെബിറ്റ് കാർഡോ ഉള്ളവർക്കാണ് ഈ ഒരു സാധനത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നത്. വലിയ മണ്ടയ്ക്ക് ആശ്ചര്യത്തിൽ ഗ്രേറ്റ് ഡീൽ ബ്ലോക്ക് ബ്ലോസ്റ്റർ എൻ്റർടൈൻമെൻറ്റ് ന്യൂ ലോഞ്ചസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പവേർഡ് ബൈ ഇൻ്റൽ കോൾ അൾട്ര. എല്ലാം ഒരു പരസ്യമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്തായാലും ബ്രാൻഡ് ഇൻ ഫോക്കസ് ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് OnePlus Nord C4 ലൈറ്റ് 2 രൂപ ഡിസ്കൗണ്ട്, 2 രൂപ ഡിസ്കൗണ്ട്. കള്ളാന്തരാണെങ്കിൽ LG TV 89,000 രൂപ, വളരെ വില കുറവാണ് കേട്ടോ. 1,00,000 രൂപ എന്തിനാ വലിയ എവിടെ ഓഫേഴ്സ് എവിടെ? നമുക്ക് 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 ഇവിടെ നോക്കാൻ കഴിച്ചു. നമുക്കൊന്ന് മൊബൈൽ ഫോണിലോട്ടൊന്ന് പോവാം. മൊബൈൽ ഫോൺസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് OnePlus 12 സിൽക്കി ബ്ലാക്ക് ലിമിറ്റഡ് ടൈം ഡീൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ 60,000 രൂപ. 60,000 രൂപ ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ വല്ല എന്തെങ്കിലും കാണും കേട്ടോ, കാർഡ് ഓഫർ, കരടി ഓഫർ, അതിലൊക്കെ കിട്ടും. നോക്കട്ടെ 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 എവിടെ ഒന്നും ഇല്ലേ താഞ്ഞ ഒട്ടിയ അവിടെ നോക്കട്ട്. വിത്ത് EMI കോട്ടക് മഹീന്ദ്ര ക്രെഡിറ്റ് കാർഡ്. എന്തിനാണെങ്കിലും 59,000 രൂപ. 60,000 രൂപയായി. 60,000 തന്നെ അല്ലായിരുന്നു അന്നും പ്രൈസ്. എവിടെയാ എന്തോ ഓഫ്. iQOO Z9 ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൺ വന്നിട്ടുണ്ട്. 12,000 രൂപ. AI ക്യാമറ, LCD ഡിസ്പ്ലേ, Dimensity 6300 5G. ഭയങ്കര. നോഡ് C3 ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോന്നോ കുറഞ്ഞിട്ടുണ്ട്. കൂപ്പൺ ഉണ്ട് കേട്ടോ. 1000 ഒരു കൂപ്പൺ. അവർ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1000 രൂപ കുറയും. മഹത്തായ സംഭവം. പിന്നെ ബാങ്ക് ഓഫേഴ്സൊക്കെ കൊടുപ്പുണ്ട്. അയ്യോ എന്തൊരു ഓഫറടാ ഇതൊക്കെ. എന്താണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. ലിമിറ്റഡ് ടൈം ഡീൽ. എന്താണ് ലിമിറ്റഡ് ടൈം ഡീല്? OnePlus 12 43,000 രൂപയാണ് ലിമിറ്റഡ് ടൈം ഡീല്. ബാങ്ക് ഓഫർ അപ് ടു ക്രെഡിറ്റ് കാർഡ്സ്. ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഇത് ചെയ്യാത്തത്. ഡിസ്കൗണ്ടിൻ്റെ ഈ സാധനങ്ങൾ എന്തോന്നാണ് നമുക്കുള്ളത്. iPhone 13 എത്ര? iPhone 13 എത്ര? 50,000 രൂപ. ഭയങ്കരം. ഒന്നാമത്തെ കാര്യം, ഈ ഫോൺ മേടിക്കരുതെന്നാണ് എൻ്റെ ഒരു വിലയേറിയ സജഷൻ. അയ്യോ Redmi 13C 5G, iQOO Neo 9 Pro എല്ലാം ഉണ്ടാടെ ഓഫർ. 34,000 രൂപ. അല്ലേ എവിടെ ഓഫർ എവിടെ? ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ്. ആമസോൺ വുഡ് യു ലൈക്ക് ടു സേവ് ലാസ്റ്റ് ഇയർ? എനിക്ക് മനസ്സിലാവില്ല എവിടെയാണ് ഈ ഓഫർ. എവിടെ വില കുറവ്? എവിടെ വില കുറവ്? അൺബിലീവബിൾ മാൻ, അൺഫ്രിക്കിൻ ബിലീവബിൾ. നോഡ് C4 എന്തെങ്കിലും ഉണ്ടോ? സെയിം പ്രൈസ്. എവിടെ ഡിസ്കൗണ്ട്? എവിടെ? നിങ്ങളിത് ഡിസ്കൗണ്ട് എന്നുള്ള സ്ഥലത്താണ് ഇട്ടേക്കുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ലിമിറ്റഡ് ടൈം ഡീല്. എന്തൊരു കഷ്ടമാണത്. iQOO Z9 സെയിം പ്രൈസ്, നോ കോസ്റ്റ് EMI. ഞാൻ പറഞ്ഞാൽ വല്ലതും കൂടി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. എൻ്റെ പൊന്ന് ആമസോണേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് താഴെ. 8% ഓഫ്, 21% ഓഫ്. S24 Ultra എനിക്ക് 1,00,000 സംതിങ് എന്ന് തന്നെ എനിക്ക് കാണാൻ പോണത്. 1,18,000 രൂപ. ഇവിടെ എവിടെയാണ് ഓഫ്? നോ കോസ്റ്റ് EMI. ബാങ്ക് ഓഫറിൽ 5,000 ക്രെഡിറ്റ് കാർഡ്, ICICIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എന്തൊക്കെയോ ഓഫുകൾ കിട്ടും. ഭയങ്കരം തന്നെ കേട്ടോ. ഇങ്ങനെയൊന്നും ഓഫ് വരില്ല കേട്ടോ. കൊതി വരണം വാങ്ങിക്കാനായിട്ട്. എൻ്റെ കൈ ചൊറിയാണ് കാര്യമായിട്ട്.
എന്ത് ഓഫേഴ്സാടാ, 5000 ഒക്കെ ഫ്ലാറ്റ് 55,000 ഒക്കെ ഓഫ് കൊടുത്തേക്കാണ്. അപ്പോൾ 53,000 രൂപ ഐക്യു 12 അപ് ടു 2,250 റുപ്പീസ് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റ് കാർഡ്സ്. ICICI 8 ഓഫേഴ്സ് ഉണ്ട്. ക്യാഷ് ബാക്കാ, കോൾ ഔട്ട്, വെൽക്കം റിവാർഡ്. ഇതൊക്കെ എന്ത് ഓഫാണ്? എവിടെയാണ് ഓഫ് ഉള്ളത്? പക്ഷെ എനിക്ക് അടങ്ങുമൻ. കൺട്രോൾ ഉദയ്, കൺട്രോൾ. ഓണറിൻ്റെ പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, 33,000 രൂപ. നല്ല ഫോണാണ്, 7th Gen 3 ചിപ്സെറ്റൊക്കെ വെച്ചാണ് വരുന്നത്. മറ്റേ കിടിലം ഫോട്ടോകളൊക്കെ എടുക്കുക. ആക്ച്വലി നൈസ് ഫോൺ. എനിക്ക് ഡീലൊന്നും കണ്ടിട്ട് ഒന്നും തോന്നില്ല കേട്ടോ. ഉള്ള കാര്യം പറയാനില്ല. നിങ്ങളതിൽ ICICI ബാങ്ക് ഉണ്ടെങ്കിൽ നടക്കൂടെ, അല്ലാത്ത പക്ഷം ദിസ് ഇസ് അബ്സല്യൂട്ട് ഉളത്തരം. XM4 എത്ര രൂപ? അതിനെങ്കിലും വില കുറയാൻ നോക്കട്ടെ. അയ്യോ 26,000 രൂപ വരെ സാധനം ഇപ്പോൾ 19,989 രൂപ. വില പറഞ്ഞു കേട്ടോ, അത് ഉള്ള വില പറയണമല്ല. GoPro Hero 23,000 രൂപ. iPad 10 എത്ര? 31,000 രൂപ. ഇത് തന്നെയാണ് അതിൻ്റെ സെയിം പ്രൈസ്. എവിടെ എന്ത് ചേഞ്ചാണ് വന്നേക്കുന്നത്? തിരിക്കുന്നുണ്ട്. ഒരു ചേഞ്ചും ഇല്ല. ബാങ്ക് ഓഫർ ഡിസ്കൗണ്ട് ഓൺ സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്. ഇത് എന്താണിത്? എനിക്ക് സത്യമായിട്ട് ആമസോണിലെ ഏതെങ്കിലും കഴിവേറി ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മറ്റേ ബോസന്മാരടുത്ത് പറയട്ടെ. പണ്ട് നീയൊക്കെ നേരാവണ്ണം ഡിസ്കൗണ്ട് തന്നുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണ്. ആൾക്കാർക്ക് 5,000, 3,000, 2,000, 10,000 ഒക്കെ കുറച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്ത് പറ്റി? എവിടെയാണ് ഡിസ്കൗണ്ട്? ഓൺലൈനിൽ കയറി ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന പിന്നെ എന്ത് തേങ്ങയ്ക്കാണ്? കാശ് കുറവിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളിവിടെ 21-ാം തീയതി 22-ാം തീയതി എൻ്റെ വായിൽ പള്ളാണ് പറഞ്ഞത്. എവിടെയുടെ ഓഫർ? എവിടെയുടെ എന്തോടെ? ICICI SBI ബാങ്ക് ഉള്ളവന്മാർക്ക് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയാ? അവന്മാർ ഡീലുണ്ടാക്കി വെച്ചേക്കണേ. എവിടെയാണ് ഡീൽ? എവിടെ? 30,000 രൂപ വരെ XM5-ന് 26,000 രൂപ. ഇതൊക്കെയാണ് ആകെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ഡീല്. ലെനോവോ LOQ 65,000 രൂപയ്ക്ക് ഏതൊക്കെ 12th Gen i5 HX പ്രോസസ്സർ, 3050 ഗ്രാഫിക്സ് കാർഡ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീലാണ് കേട്ടോ. 65,000 രൂപയ്ക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫർ യു ക്യാൻ ഗെറ്റ് ലാപ്ടോപ്പിൽ. ബാക്ക് ടു കോളേജ് ഓഫർ എന്ന് പറയുന്നത് ഇത് കൊള്ളാം. 3050 അത്യാവശ്യം TGP ഒക്കെ ഉള്ളതാണ് ഈ LOQയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 6GB ഗ്രാഫിക്സിൻ്റെ. ദിസ് ഈസ് എ ഗുഡ് ഡീൽ. 66,000. പിന്നെന്തോന്ന്? LOQ വേറെയും കിടപ്പുണ്ട്, 80,000 രൂപ. 4050 ആണ്. 80,000 രൂപയോ 1,000 രൂപ കുറച്ച് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? 4,000 രൂപയ്ക്ക് EMI ഇൻട്രസ്റ്റ് സെലക്ട് അപ്പോൺ ഇൻട്രസ്റ്റ് സേവിങ് 2,000 ഡിസ്കൗണ്ട് ഓൺ സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്. ഞാൻ സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡായ ICICIയോ SBI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ഈ പറയുന്ന ഓഫറിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ദിസ് ഇസ് നത്തിങ്. നാട്ടുകാരെ ബ്ലൈൻഡായിട്ട് മൊണ്ണന്മാരാക്കുക. മാക്സിമം ആൾക്കാരെ കൊണ്ട് ICICIയുടെയും SBIയുടെയും കാർഡ് എടുപ്പിക്കാനായിട്ടുള്ള പണി. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ എന്തോന്ന് പറയാൻ? Acer Nitro 75,000 രൂപ. Acer Nitroയും കാട്ടിലും LOQ എടുക്കുന്നതിനാണ് ഞാൻ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അത് എൻ്റെ ഗോവോര ഒരു ഇത് വന്നിട്ടുണ്ട്, 9,000 രൂപ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്ന ഒരു ഇത്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ബോട്ടിൻ്റെ ഏതോ മറ്റേ ട്രാൻസ്പാരൻറ്റ് സാധനം 2,000 രൂപ. ബോട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്തരാണോ എന്തോ. നിർവാണ സ്പേസ്, ക്വയറ്റ് കംഫർട്ടിന് എന്തെങ്കിലും ഓഫ് ഉണ്ടാണേ? 30,000 രൂപ. 30,000 രൂപ തന്നെയാണ് ക്വയറ്റ് കംഫർട്ട്, ഒരു മാറ്റവും ഇല്ല അതിൻ്റെ ഒന്നും. മാർഷലിൻ്റെ സ്പീക്കർ. എവിടെയുടെ ഓഫർ? എവിടെ? എനിക്കൊന്നും കാണാൻ വയ്യേട്ടാ. നമുക്കൊരു ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ട് സൂപ്പർ. ക്വയറ്റ് കംഫർട്ട് അൾട്ര ആണോ? ക്വയറ്റ് കംഫർട്ട് അൾട്രയ്ക്ക് 21,000 രൂപ. ഇതൊക്കെ തന്നെയല്ലേ അതിൻ്റെ പ്രൈസ്? സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സിൽ 2,200 രൂപ കിട്ടും.
എന്തൊക്കെയോ എന്തോടെ ബാങ്ക് കച്ചവടമായി എന്തൊരു പറഞ്ഞാലും. മസ്റ്റാങ് എഡിഷനാണോ? അല്ല, വേറൊന്നുമില്ല. എന്തോന്നാണ് ഇവിടെ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്തോന്ന് പറയും? 24,000 ഓഫ്. 24% ഓഫ് എന്ന് പറയുന്നത് 1,500 രൂപ സെലക്റ്റഡ് ഡിസ്കൗണ്ട്സ്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ പറ, ഈ കാണുന്നവരോട് പറ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ട് ഓടി കൊള്ളാൻ കേട്ടത് ഇത്രയേ ഉള്ള എന്ന് നമുക്ക് തോന്നണ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഗാലക്സി 4 കാണുമായിരിക്കും, അത് 10,000 രൂപ തന്നെ ആയിരിക്കും. 10,000 12,000 രൂപ. ഇതെങ്ങനെയാണ് ഇത്? എനിക്ക് നമ്മൾ എങ്ങനെ നാട്ടുകാരത്ത് പറയടേ ഇത് ഓഫർ കൊള്ളാം എന്നെങ്ങനെ പറയാൻ പറ്റും? 1000 രൂപ കുറയും ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ. ഷവോമി XM4 ഇത് നമ്മുടെ സെയിം പ്രൈസ് തന്നെ, 19,000 സംതിങ്. അയ്യോ എൻ്റെ അമ്മോ, 72% ഓഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 15 F20 12,400. ബോട്ട് ഭയങ്കര കിടിലം കുറേ സാധനങ്ങളൊക്കെ ഇറക്കിയാലോടെ, കാണാനൊക്കെ അടിപൊളിയാണല്ലോ ഇത്. 1000 രൂപയേ ഉള്ളൂ. നോക്കിയാണ് ഇത് ലുക്ക്, നോക്കിയാണ് കിടിലം ലുക്ക്. 1000 രൂപയ്ക്ക് ഇതൊക്കെ സാരാണ് കേട്ടോ. കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് കളയണം, അല്ലാതെ ദീർഘ നാളൊന്നും കിട്ടുകയൊന്നുമില്ല. മറ്റേത് സാംസങ്ങിൻ്റെ വാച്ച് അൾട്ര 60,000 രൂപ, അപ് ടു 10,000 ഡിസ്കൗണ്ട് ഓൺ സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്. ഫ്ലാറ്റ് INR ഡിസ്കൗണ്ട് ഓൺ ഓൾ ബാങ്ക് ക്രെഡിറ്റ് കാർഡ്സ്. ഓൾ ബാങ്ക് കാർഡ് ടാക്സ് മിനിമം പർച്ചേസ് വാല്യൂ 20,000. ഞാൻ പറയില്ലേ, കാർഡ് വേണം. കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടും. അതാണ് ഇവിടെ മലയാളം, വേറൊന്നും എനിക്കിവിടെ പറയാനില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ കാർഡ് പർച്ചേസിൽ, നമ്മളെല്ലാവരും കാർഡ് പർച്ചേസിലാണല്ലോ സാധനം മേടിക്കുന്നതെന്ന്. ആയിക്കോട്ടെ, ഇതിപ്പോൾ എന്താണ് പരിപാടി ഇവർ പറയണത്? ഫ്ലാറ്റ് 1,000 ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഓൺ ഓൾ ബാങ്ക് കാർഡ്സ്. മിനിമം പർച്ചേസ് വാല്യൂ 20,000 രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയണത്. വാച്ച് അൾട്ര മിനിമം പർച്ചേസ് 20,000, അപ്പം മാക്സിമം 10,000 രൂപ കിട്ടും. അപ്പം ഈ സാധനത്തിൽ നിന്ന് ഒരു 10,000 രൂപ കുറയും. ബാങ്ക് വഴി, ബാങ്ക് കാർഡ് വെച്ചിട്ട് നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ ഓൺ ഓൾ കാർഡ്സ് എന്നാണ് അവർ പറഞ്ഞേക്കണത്. സോ അതാണ്. ആര് വാച്ച് അൾട്രയൊക്കെ ആര് വാങ്ങിക്കും? എന്തിനു വാങ്ങിക്കണം? എന്താണ്ട ഒരു കൂപ്പൺ. എടാ ഈ കൂപ്പൺ കണ്ട, ഈ പണ്ട് ഈ 1000-ന് പകരം 5,000 8,000 ഒക്കെ കിട്ടുമായിരുന്നു. അതാണ് ഞാൻ ചോദിക്കണത്. പ്രൈം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഇവർ നമുക്ക് ഈ പറഞ്ഞ 1000-ന് പകരം നല്ല എമൗണ്ട് കിട്ടുമായിരുന്നു. ഇത് നിർത്തി. ഇനി ഇല്ല കേട്ടോ, ഇനി ആരും അത് പ്രതീക്ഷിക്കണ്ട. കൂടിപ്പോയതാ, ഇനി ഇതിൽ നിന്ന് കുറയും. അപ്ലൈ 500 ആവും. സെറ്റ്. വാവ് മാൻ, വാവ്, ഫെൻറ്റാസ്റ്റിക്, ബൊംബാസ്റ്റിക് ജിംഗാസ്റ്റിക്. 4U ഡീൽസ് നോക്കട്ടെ. 4U ഡീൽസ് എന്തരാണെന്ന്. ഷുവറിൻ്റെ മൈക്ക്, എൻ്റെ അമ്മൂമ്മേരെ സെൻഹൈസറിൻ്റെ മൈക്ക്, റോഡിൻ്റെ മൈക്ക്. ഇതാണ് എനിക്ക് തന്ന ഡീല്. പ്ലമ്മിൻ്റെ ക്രീം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ നല്ല വല്ല ഓഫറും ഉണ്ടെങ്കിൽ താഴെ വന്ന് ഇടടേ. എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നണില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്കൊരു ഓഫറും ഭയം. ഞാൻ പറയും ഇതൊക്കെ ഒരു 30,000 ഞാൻ വിചാരിച്ചതായിരുന്നു. ഈ പറഞ്ഞ ഐക്കും ഒക്കെ 29,000-നൊക്കെ കിട്ടുമെന്ന്. ഒന്നുമില്ല. 2,000 രൂപ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ക്രെഡിറ്റ് കാർഡ് വഴി. അപ്പോൺ ഇൻട്രസ്റ്റ് സേവിങ് ഓൺ ക്രെഡിറ്റ് കാർഡ്സ്. ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളെയൊക്കെ പാടായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വല്ല നല്ല രീതിയിൽ കാണാൻ ഈ 2 ദിവസം ഞാൻ എന്തിനാണ് നിങ്ങളുടെ ഇത് ട്രാക്ഷൻ കൂട്ടാനാ?
എനിക്കൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ നിങ്ങളെയൊക്കെ ഇഷ്ടം. നിങ്ങൾ മേടിക്കുക പിടിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ വല്ല നല്ല ഓഫേഴ്സ് വല്ലതും കാണുകയാണെങ്കിൽ താഴെ ഒന്ന് പറയട്ടെ. എനിക്ക് ഈ ക്രെഡിറ്റ് കാർഡും കോപ്പിൻ്റെ നമ്മളെ കൊണ്ട് അവസാനം പറയിപ്പിക്കുകയാണ്. മറ്റേ ക്രെഡിറ്റ് കാർഡ് ഈ ക്രെഡിറ്റ് കാർഡ് ഇടുന്നത് പറഞ്ഞിട്ട് തേങ്ങരായിരിക്കും. ഞാൻ കാര്യം പറഞ്ഞു, ആമസോണിൽ ഏതെങ്കിലും ഒരു മലയാളി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഈ പറയുന്ന സെയിൽസ് എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നിങ്ങൾ നമുക്ക് 5000 ഫ്ലാറ്റ് 5000 8,000 തന്നുകൊണ്ടിരുന്ന കാലത്ത് എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങളാക്കിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ICICI SBI നിങ്ങളെയൊക്കെ വലിയ കമ്പനിയാണെങ്കിൽ നിങ്ങൾ അവന്മാരെ വല്ല കച്ചവടം ചെയ്യടേ. ബ്ലൈൻഡ് ആയിട്ട് പറ, ബൈ ICICI ആൻഡ് SBI ക്രെഡിറ്റ് കാർഡ്സ് ടു ആമസോണിൽ എന്തെങ്കിലും മേടിക്കാൻ. അതല്ലാതെ എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. ഒരു ഓഫറും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയും ഇല്ല. ചുമ്മാ മനുഷ്യനെ സമയം കളയാന്നല്ലാതെ. ഞാൻ പറയാം, കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെങ്കിലും നല്ല രീതിയിൽ ലാപ്ടോപ്പിൽ ആകെ ആ YellowQ 65,000 രൂപയ്ക്ക് ഒരു YellowQ ഞാൻ കണ്ടു. അത് മാത്രമേ ഉള്ളൂ. വേറെ എന്തോ പറയേ, നല്ല ഡീൽ എവിടെ? ഞാൻ പോണ് വേറെ